കശ്മീരിൽ ഈ സമയത്ത് പോയാൽ ഇതുപോലെ ആപ്പിളുകൾ നമുക്ക് താഴെ നിന്ന് പെറുക്കിയെടുക്കാം. അതുപോലെ തന്നെ അവരോട് സമ്മതം ചോദിച്ചിട്ട് പറിച്ചെടുക്കാം. നമ്മുടെ നാട്ടിൽ ഇതുപോലെ മാങ്ങ പെറുക്കിയെടുക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കവുങ്ങിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ അടക്ക പെറുക്കിയെടുക്കുന്ന ഒരു ലാഘവത്തിലാണ് കേട്ടോ ഞാനവിടെ ആപ്പിൾ പെറുക്കിക്കൊണ്ടിരുന്നത്. ചേച്ചിയോട് പറഞ്ഞെടുത്താ പോയേനോ? ഈ കരിമ്പും കാട്ടില് ആന കയറി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ആപ്പിൾ തോട്ടത്തിൽ ഞങ്ങൾ കയറിയപ്പോഴുള്ള സ്ഥിതി വീണെടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ തൊട്ടാ വീണു കേട്ടോ. അങ്ങനെ പൈത്തിക്കുക. അതൊക്കെ നേരത്തെ ആ കൊമ്പ് തൊട്ടപ്പത്തിനൊന്ന് വീണ് തൊട്ടാ വീഴും. നിങ്ങൾ നല്ല കായുണ്ട്. ഇതിന്റെ അതിന്റെ ബാക്ക് സൈഡ് നോക്കി നോക്കി. ഇതാക്കതാ വീണെടുക്കണ്ടതാ. 1 2 ചവിട്ടല്ലേ ആപ്പിളാ ചവിട്ടണേ. ഇതെന്തത്? നോക്കി കുഞ്ചുസേ, നമ്മ ഇവിടെ പണി ഇട്ടോ നോക്കുക. ആപ്പിൾ പൊറുക്കണ പണി പറ്റുമോ എനിക്ക്? കേടന്നല്ല, നല്ല ആപ്പിൾ നോക്ക്. കശ്മീരിന്റെ മനോഹരമായ ഈ ഒരു സ്ഥലവും ആപ്പിൾ തോട്ടങ്ങളൊക്കെ എല്ലാം കണ്ടപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരു ചോദ്യം, ഇവിടെ നമുക്ക് സ്ഥലം എടുക്കാൻ പറ്റില്ല എന്നുള്ള കേട്ടോ. ഇതൊരു ഇത്താത്തയുടെയാണ്. ഇത്താത്ത കുറച്ച് പ്രായമുള്ളതാണ്. അവരോട് ഒന്ന് ചോദിച്ചു നോക്കാനാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അവരോടൊന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ വീണ്ടും ഞങ്ങൾ കയറി. അവിടെ ഒക്കെ നോക്ക് ഇവിടെ പിടി മാറിക്ക്. അവർക്ക് നല്ല ഒരു ഇതുണ്ട് കേട്ടോ, സ്നേഹമുള്ളൊരു പെണ്ണ്. അതിന് മുതലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ആണല്ലോ. ഹിന്ദി പഠിച്ചില്ല, ആ ഒരു പ്രശ്നമുണ്ട്. ഇതാ ഇവിടെ എന്തൊരാളുള്ളതാ. പിന്നെ ഇത് ഒരു പറഞ്ഞ അളവ് എനിക്ക് മനസ്സിലായില്ല. 40 ലക്ഷം റുപ്യക്കാണ് സ്ഥലത്തിന് പറയുന്നത് കേട്ടോ. പക്ഷെ അതിന്റെ ഏക്കർ എങ്ങനെ പറയുന്നത് മനസ്സിലായില്ല. അത് ഇനി ഒരേക്കർക്കാണ്, ഒരേക്കറിന്റെ എന്താ കണക്ക് എന്നുള്ള മനസ്സിലായില്ല. जो कश्मीर वालों को बस ये जमीन मिलेगा ना, केरला वाला जो कोई बाहर वाला आएगा तो जमीन ले सकते इधर से? हाँ, क्यों नहीं, बहुत लेते हैं, सोनमर्ग में लेते हैं, यहाँ लेते हैं, क्यों नहीं लेते हैं? ले सकते हैं। हाँ, वो जमीन का कितना है, एकड़ का कितना है और कितना कैसा हिसाब है इधर का? इधर को कितना कीमत है? इधर 40 लाख भी जाता है 20 मरले का, एक कनाल का 20 मरला होता है 20 मरला। हाँ, उसमें 40 लाख भी जाता है, 50 लाख भी जाता है। इस साल सोनमर्ग का हो गया ना, इसी से ज्यादा महंगा गया, वरना सस्ता होता। ये होटल सब आपके? हाँ। कितना बेटा है आपका? 2 बेटे। 2 बेटे? हाँ। वो क्या करते हैं इधर? ये जो एक डॉक्टर, एक टीचर। हो। ये होटल का मैनेजिंग अलग है? ये अलग है। हाँ। आप किधर रहते हैं? यहाँ रहते हैं? हाँ, मकान है। इधर ये कच्चा वाला भी है और दूसरा वाला भी है ना, छोटा वाला। ये तो देखने में भी बहुत पसंद लगते हैं। हम लोग सोचे हम लोग पकड़ के बहुत आते हैं, देख के जाते हैं। किसी का किस्मत में होगा है वो भी खाते हैं। हाँ। हम लोग आएगा वो लेने के लिए, आपने बोला ना बेटा आएगा। हम लोग आएगा, वो किस में लेके जाएगा, हम लोग पकड़ करेगा। आपको जो कितना चाहिए आप बोले वो मैं दे देगा। ठीक है। वो तो तब 4-5 बजे तक आप वहाँ से वापस आएगी। ठीक है है ना? हाँ जी। तब तक हमारा लड़का भी ड्यूटी से वापस आएगा। ठीक है। फिर वो उतार के देगा कितना केजी लेना होगा। तो ठीक है। ये तो ये पकड़ने में अक्टूबर में हो जाएगा, उसका पहले नहीं हो जाएगा। कौन सा महीना में आपने पूरा पकड़ा? अक्टूबर में भी आज चलता है ना सितंबर। अगस्त में आएगा तो ये नहीं मिलेगा? अगस्त में नहीं मिलेगा। वो छोटा होता है। वो छोटा और कच्चा होता है। हाँ। जो पक्का होता है वो कौन सा महीना में? अक्टूबर सितंबर में होता है। अच्छा, അവിടെ നല്ല ആപ്പിൾ ഇതൊരു പറിച്ച് അവർക്ക് ഒരു മകൻ വന്നിട്ടേ മകനോട് സംസാരിച്ച് നിങ്ങൾ വേണമെങ്കിൽ അതിന് പൈസ കൊടുത്താൽ മതി, പറിച്ചെടുക്കാൻ പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ഭൂമി വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി അവർ പറഞ്ഞത് എന്തുകൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ. നമുക്ക് അവർ പറഞ്ഞ കണക്ക് മാത്രം മനസ്സിലായില്ല. ഏക് കനാൽ എന്ന് പറഞ്ഞിട്ട് 20 മർലിംഗ് ഏക് കനാൽ. അതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് 40 ലക്ഷം 50 ലക്ഷം രൂപയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് കണ്ടിട്ട് പറിച്ചെടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. അതിന് അവരുടെ മകൻ വരണം, മകൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മകൻ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കാം, അതിൻ്റെ പൈസ കൊടുത്താൽ മതി അവർക്ക്. ഇതുപോലെ പഴുത്തിരിക്കുന്ന ആപ്പിൾ കാണണമെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എത്തണം. ആഗസ്റ്റിലാകുമ്പോൾ ആപ്പിൾ ഉണ്ടാകും, പക്ഷേ ഇതുപോലെ പഴുത്തിരിക്കില്ല. അതുപോലെ തന്നെ ചെറുതായിരിക്കും കായ എന്നാണ് നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നിങ്ങളും കശ്മീരിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ ആപ്പിൾ തോട്ടത്തിലേക്ക് കയറി ആപ്പിൾ പറിച്ചെടുക്കാനൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും.
ഒരുപാട് ആളുകൾ അവിടെ പറിച്ചെടുക്കുന്ന ആഗ്രഹം പറഞ്ഞിട്ട് വരാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് വീണ് കിടക്കുന്ന ആപ്പിളുകളുണ്ടാവും, അതവർ വെറുതെ കൊടുക്കും. നമുക്കും അതുപോലെ തന്നിട്ടുണ്ടായിരുന്നു. അതവർ വിൽപ്പനക്ക് വെക്കില്ല. കാരണം അത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ അത് തഞ്ഞ പോലെ നമുക്ക് അറിയാം, തഞ്ഞ സാധനങ്ങൾ അത് കേടായി പോകും പെട്ടെന്ന് തന്നെ. അത് വിൽപ്പനക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വീണ് കിടക്കുന്ന സാധനങ്ങളാണ്, പരിക്കുള്ള സാധനങ്ങളാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് എത്താനുള്ള സമയം 3-4 ദിവസമൊക്കെ 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ അത് പെട്ടീൻ്റെ ഉള്ളിലൊക്കെ ആക്കി വെച്ചിട്ട് ഇവിടെ എത്തുമ്പോഴത്തേനും അത് കേട് വന്നു പോകും. അതല്ല നല്ല ആപ്പിളാണെങ്കിൽ അത് കേട് വരില്ല. അത് തനിയാത്ത അതുപോലെ പരിക്കില്ലാത്ത ആപ്പിളുകളായിരിക്കണം. വീണ് കിടക്കുന്ന ആപ്പിളുകളൊക്കെ നമുക്ക് അവർ കഴിക്കാൻ തന്നെ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അവർക്കൊക്കെ അത് അവർ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് ചോദിക്കേണ്ടത് അവരോട് മുൻകൂട്ടി വില ചോദിക്കണം. ചില ആപ്പിളിന് നല്ല വില അവർ പറയുന്നുണ്ട്. പല ആപ്പിളുകളുണ്ട്, വില കുറഞ്ഞ ആപ്പിളുകളുണ്ട്. ചിലപ്പോൾ മാർക്കറ്റിൽ ഇതിനേക്കാളും ഇവർ പറയുന്നതിനേക്കാളും കുറഞ്ഞ വിലക്ക് നമുക്ക് അവിടെ തന്നെ മാർക്കറ്റിൽ കിട്ടുകയും ചെയ്യും. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.